ഈ 2026 +2 കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടോപ്പ് 5 കോഴ്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ഹൈ ഡിമാൻഡഡ് ആയിട്ടും ഹൈ സാലറിയും അതുപോലെ തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള 5 കോഴ്സുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു ആസ്പിറം എഡ്യൂക്കേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, ടെക്നോളജി വളരെ ഫാസ്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു ടൈമിൽ നിങ്ങൾ റോങ് ആയിട്ട്, അതായത് ഫോർകാസ്റ്റ് ചെയ്യാണ്ട് ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ പറ്റുക, ഫ്യൂച്ചർ നിങ്ങളുടെ സ്പോയിലായി പോകും. കാര്യം പലർക്കും അറിയാം, നമ്മൾ പല കോഴ്സുകളുടെയും ഡിമാൻഡ്, കറൻ്റ്ലി ഉള്ള ഡിമാൻഡ് കണ്ടതിന് ശേഷം കോഴ്സ് ഓപ്റ്റ് ചെയ്യും. അതിനുശേഷം എന്താ പറ്റുക, നമ്മൾ പഠിച്ചിറങ്ങി കഴിയുമ്പോഴത്തേക്ക് ആ കോഴ്സിന് യാതൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലാതായി പോകും. പക്ഷേ ഇനി നമ്മൾ +2 കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ കുട്ടികൾ ഓപ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഇനി ലോകം എങ്ങോട്ടാണ് പോകുന്നതിനെ പറ്റിയിട്ട് മുൻകൂട്ടി ചിന്തിച്ചതിന് ശേഷം മാത്രം കോഴ്സ് ചൂസ് ചെയ്യുക. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും വളരെ ഹൈ ഡിമാൻഡഡ് ആയിട്ടുള്ള 5 കോഴ്സുകളാണ്. സോ ഈ 5 കോഴ്സുകളും ഓരോന്നായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോഴ്സ് എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്. നമുക്കറിയാം, ഒരുപാട് ആൾക്കാരുടെ ടെൻഷനാണ് ഇനി ഫ്യൂച്ചറിൽ വരുന്ന പല ഓപ്പർച്യൂണിറ്റീസും പലർക്കും ഇല്ലാണ്ടായി പോകുമോ, അതല്ലെങ്കിൽ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി പോകുമോ എന്നൊക്കെയുള്ള പലർക്കുള്ള ടെൻഷനാണ്. കാര്യം എല്ലാ മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുവരവ് വളരെയധികം കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കെന്താ, സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് പലതരത്തിലുള്ള വീഡിയോസ്, ജസ്റ്റ് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ കൂടിയും ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രം മതി, ബാക്കി കോണ്ടന്റ്സ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ സ്ക്രിപ്റ്റിംഗ് ഒക്കെ AI തന്നെ ചെയ്യുന്ന ഒരു യുഗത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. +2 കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്ക് ഇപ്പോൾ 2026 ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് നമുക്ക് ഏതൊക്കെ സബ്ജക്ട്സ് ആണ്, അതായത് ഏതൊക്കെയാണ് കോർ ഏരിയസ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. മെയിനായിട്ട് നമ്മളിതിൽ പഠിക്കാനുള്ളത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയിട്ടുള്ള പൈത്തൺ പോലുള്ള ലാംഗ്വേജസ് ആണ്. കൂടാതെ മാത്സ് അൽഗോരിതം ബേസ്ഡ് ആയിട്ടും അതുപോലെ തന്നെ ലോജിക് ബേസ്ഡ് ആണ് കൂടുതൽ. ഇപ്പം നമ്മൾ AI നോക്കുന്ന സമയത്ത് പല റിസർച്ചുകളും നോക്കുന്ന വെച്ചാൽ ലോജിക് ബേസ്ഡ് ആണ്. കാര്യം നമ്മൾ മനുഷ്യർ എങ്ങനെ തിങ്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ആയിരിക്കണം മെഷീൻസും തിങ്ക് ചെയ്യേണ്ടത്, എന്നാൽ മാത്രമേ നമുക്ക് ഒരു ആക്യുറസി കിട്ടുള്ളൂ. സോ ലോജിക് ബേസ്ഡ് ആയിട്ടായിരിക്കും കൂടുതലും ഈ ഒരു എഡ്യൂക്കേഷൻ പോകുന്നത്. സോ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സ്കിൽസും അതുപോലെ തന്നെ മാത്സ് അൽഗോരിതംസും ലോജിക് ബേസ്ഡ് ആയിട്ടൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഈ ജോബിന്റെ സാധ്യത നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ പൊസിഷനിലേക്കാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് നോക്കിക്കഴിഞ്ഞാൽ AI എഞ്ചിനീയേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് എഞ്ചിനീയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, ഡേറ്റ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു പ്രൊഫഷനിലേക്കൊക്കെ നിങ്ങൾക്ക് വളരെ ഹൈ ഡിമാൻഡഡ് ആയിട്ടുള്ള ഹൈ സാലറീഡ് ആയിട്ടുള്ള ജോബുകളിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് മാത്സിലോട് വലിയൊരു ഇൻട്രസ്റ്റ് ഉള്ളതായിരിക്കണം, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഉള്ളതായിരിക്കണം, അതുപോലെ തന്നെ ലോജിക്കലി തിങ്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാവുള്ളൂ. സെക്കൻഡ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഡേറ്റ സയൻസ് ആൻഡ് ഡേറ്റ അനലിറ്റിക്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ AI പോലെ തന്നെ വളരെ ഹൈ ഡിമാൻഡഡ് ആയിട്ടും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഡേറ്റ സയൻസ് എന്ന് പറയുന്നത്. കാരണം ഇനി ഉള്ള ബിസിനസ്സുകളും അതുപോലെ തന്നെ ഓരോ മേഖലകളാണെന്നുണ്ടെങ്കിലും ബേസ്ഡ് അപ്പോൺ ഡേറ്റ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു മെഡിസിൻ തന്നെ ആളുകളിലേക്ക് പരീക്ഷിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് മെഡിസിൻസ് ആണ് ആളുകൾക്ക് ഇപ്പോൾ കറൻ്റ്ലി ആവശ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ അതെല്ലാം അനലൈസ് ചെയ്യുന്നത് ഒരു മാസ് ഡേറ്റ, ഒരുപാട് ആൾക്കാരുടെ ഇൻഫർമേഷൻ എടുത്ത് അനലൈസ് ചെയ്തതിനു ശേഷം മാത്രമാണ് നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റും ആ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ മാർക്കറ്റിലേക്ക് ഇറക്കി അത് റൺ ആവോ സക്സസ് ആവോ എന്നുള്ള കാര്യം. സോ ഏറ്റവും ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്, അല്ലെങ്കിൽ ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഡേറ്റ സയൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കുറച്ച് പ്രൊഫഷൻസ് നോക്കിക്കഴിഞ്ഞാൽ IT മേഖലകളിൽ ഡേറ്റ യൂസ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഹെൽത്ത് കെയർ ആണ് ഏറ്റവും കൂടുതൽ ഡേറ്റ യൂസ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗം, ഇതെല്ലാം ഡേറ്റ അനലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റ് ഏത് കസ്റ്റമറിലേക്ക് എത്തിക്കണം എന്നുള്ള കാര്യം വളരെ ഈസി ആയിട്ട് അറിയാൻ പറ്റും. പിന്നെ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളുടെ ഒരു ഗവൺമെന്റ് സെക്ടറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇലക്ഷൻസ് റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആധാറിന്റെ ഡേറ്റ, സോ ഈ ഇന്ത്യയിലുള്ള എല്ലാവരുടെയും ഫുൾ ഡേറ്റയും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ആധാർ എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ ഡേറ്റ ആണ് ഇനി ഫ്യൂച്ചർ എന്ന് പല പ്രമുഖരും പറയുന്ന കാര്യമാണ്. ഡേറ്റ ആണ് ഇനിയുള്ള ഫ്യൂച്ചർ എന്ന് പറയുന്നത്. സോ വളരെ ഡിമാൻഡ് ആയിട്ടുള്ള കോഴ്സ് തന്നെയാണ് ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഈ ഒരു കോഴ്സിനകത്ത് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ട സ്കിൽസ് നോക്കിക്കഴിഞ്ഞാൽ പൈത്തൺ ആണ് മേജർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വരുന്നത്. കൂടാണ്ട് SQL, പവർ BI തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് മേജർ സ്കിൽസ് ആയിട്ട് വേണ്ടത്. ഇനി ഇതിന്റെ ഒരു ജോബ് ഡീറ്റെയിലിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഡേറ്റ അനലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും, ഡേറ്റ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, ബിസിനസ് അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഈ മേഖലകളിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ ഡേറ്റ സോർട്ടിങ്ങും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ മാസ് ഡേറ്റയെ പറ്റിയിട്ടൊക്കെ പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് കൂടുതലും ഈ ഒരു പ്രോഗ്രാം കൂടുതലും യോജിക്കുന്നത്. ഇനി നെക്സ്റ്റ് കോഴ്സ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് തേർഡ് പ്രോഗ്രാം, അതായത് മൂന്നാമത്തെ കോഴ്സ് നോക്കുന്നത് വെച്ചാൽ സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞുള്ള 2 കോഴ്സ് പോലെ തന്നെ വളരെ ഹൈ ഡിമാൻഡഡ് ആയിട്ട് വരുന്ന ഒരു കോഴ്സാണ്
സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്. സോ ഈ ഒരു കോഴ്സിന്റെ ഡീറ്റെയിലേക്ക് നമുക്ക് പോകാം. സോ ഇതിന്റെ ഒരു ഡീറ്റെയിലേക്ക് പോകുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് സൈബർ സെക്യൂരിറ്റിയുടെ ആവശ്യകത, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ 2 കോഴ്സുകൾ, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ഡേറ്റ സയൻസ്. സോ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡേറ്റ സയൻസിൽ തന്നെ ഒരു കമ്പനി ഫുള്ള് ഡേറ്റ ശേഖരിച്ച് ഫുള്ള് ഡേറ്റ അവർ കോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ആ ഒരു കോഡ് മറ്റൊരു കമ്പനി, ഒരു കോമ്പറ്റീറ്റീവ് കമ്പനി അത് ഹാക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. സോ അങ്ങനെയൊക്കെയുള്ള രീതിക്ക് വരുമ്പോഴത്തേക്ക് നമുക്കൊരു കമ്പനിക്ക് ഒരു സൈബർ സെക്യൂരിറ്റി വിങ് തന്നെ വേണം. സോ ആ ഒരു മേഖല എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ 2 പ്രൊഫഷൻ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഇതെല്ലാം കണക്റ്റഡ് ആണ്. സോ ഒരു കമ്പനിക്ക് ഇപ്പോൾ ഡേറ്റ അനലിസ്റ്റ് വേണ്ടതുപോലെ തന്നെ ആയിരിക്കും സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസിനും വേണ്ടത്. സോ അത്രത്തോളം ഡിമാൻഡഡ് ആയിട്ട് വരുന്നത്. കാര്യം നമുക്കറിയാം ഇനി ഒരു സൈബർ വാർ തന്നെയാണ് നടക്കാൻ പോകുന്നത്. സോ ആ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസിന് വളരെയധികം ജോബ് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ തന്നെയാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു കോഴ്സിന് വേണ്ട സ്കിൽസ് നോക്കി കഴിഞ്ഞാൽ നെറ്റ്വർക്കിംഗ് സ്കിൽ വേണം, കൂടാണ്ട് തന്നെ ലിനക്സ് ആണ് കൂടുതലും ബേസ്ഡ് ആയിട്ട് വരുന്നത്, കൂടാതെ എത്തിക്കൽ ഹാക്കിംഗ് ടൂൾസിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണം. ഇതെല്ലാം നിങ്ങളുടെ പ്രോഗ്രാമിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും, ഈ കോഴ്സ് പ്രോഗ്രാമിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇതിന്റെ ഒരു ജോബ് പ്രൊഫഷൻ നോക്കി കഴിഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, SOS അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ എത്തിക്കൽ ഹാക്കർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. സോ ഈ മേഖലകളിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊഫഷൻസ് എന്ന് പറയുന്നത്. 4ാമത്തെ കോഴ്സ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്. ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതൊരു ഓൾറൗണ്ടർ എന്ന് തന്നെ പറയാം. നമ്മളിപ്പോൾ ക്രിക്കറ്റിലൊക്കെ പറയുന്ന പോലെ തന്നെ ഓൾറൗണ്ടർ എന്ന് പറയും. കാര്യം ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഒരുപാട് ഡെവലപ്പ് ചെയ്യാൻ പഠിക്കുന്ന ഒരു കോഴ്സാണ് ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്. ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും എന്ന് പറയുമ്പോൾ സോഫ്റ്റ്വെയർസിന്റെ അതല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിന്റെ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഒരുപാട് ഡെവലപ്പ് ചെയ്യാൻ പഠിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ്, അതല്ലെങ്കിൽ ആ ഒരു സ്ട്രീമിനെയാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു കോഴ്സ് കൂടുതലും ചൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ആപ്റ്റ് ആവുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ, അതല്ലെങ്കിൽ എല്ലാ സ്കില്ലും പഠിക്കണം. ഇപ്പോൾ ചില ആൾക്കാർക്ക് UI UX അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡിലായിരിക്കും ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ബാക്ക് ഡേറ്റാബേസിലായിരിക്കും ഇൻട്രസ്റ്റ്. സോ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ സ്കിൽസ് നോക്കുന്ന സമയത്ത് HTML, CSS, JavaScript, കൂടാണ്ട് ഫ്രണ്ട് എൻഡ് വരുമ്പോഴത്തേക്ക് റിയാക്ട്, ആംഗുലറിനെ പറ്റി പഠിക്കാനുണ്ട്, കൂടാണ്ട് ബാക്ക് എൻഡ് വരുമ്പോഴത്തേക്ക് നോഡ്, .NET തുടങ്ങിയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് കൂടുതലും പഠിക്കാനായിട്ടുള്ളത്. ഇതിന്റെ ജോബ് മേഖല നോക്കിക്കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും, സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, സോഫ്റ്റ്വെയർ അനലിറ്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു മേഖലകളിലായിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 5ാമത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുമ്പോൾ വളരെ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കോഴ്സാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പേ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന്റെ കാര്യം പറഞ്ഞു. സോ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് ഇതിന് ശേഷം വരുന്ന ഒരു ഡേറ്റ ഉണ്ടല്ലോ, ഈ ഡേറ്റ നമ്മൾ സൂക്ഷിക്കുന്നത് ഇപ്പോൾ നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു 256 അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ സൈസ് അല്ലെങ്കിൽ ഒരു റാം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളുടെ സ്പേസ് എക്സ്ട്രാ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒന്നെങ്കിൽ ഗൂഗിളിൽ നിന്ന് സ്പേസ് വാങ്ങിക്കും, അതല്ലെങ്കിൽ iCloud നിന്ന് എടുക്കും. നിങ്ങൾ കേട്ടില്ല iCloud. സോ ആ ക്ലൗഡാണ്, അതായത് ഇനി വരുന്ന ലോകത്ത് ഈ ഡേറ്റ ഒന്നും നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഒന്നും സേവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ ഇവിടെ ക്ലൗഡിലാണ് സേവ് ചെയ്യുന്നത്. സോ ക്ലൗഡ് എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ വലിയ വലിയ സെർവർ ഫാമുകൾ കാണും, അതല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ AWSന്റെ ക്ലൗഡ് ഉണ്ട്, കൂടാണ്ട് ഇപ്പോൾ ആപ്പിളിന്റെ ക്ലൗഡ് ഉണ്ട്, കൂടാണ്ട് തന്നെ ഇപ്പോൾ ജിമെയിലിന് തന്നെ ക്ലൗഡ് ഉണ്ട്. സോ ഈ ഒരു ക്ലൗഡ് ഡേറ്റ, ഇത്രയധികം ഡേറ്റ സൂക്ഷിക്കുന്ന ഒരു മേഖലയാണ് ഈ ക്ലൗഡ് ഡേറ്റ എന്ന് പറയുന്നത്. സോ അതിൽ തന്നെ വരുന്ന ഒരു വിഭാഗമാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ്. ഈ ഒരു കോഴ്സ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ 4 മേഖലകളിലെ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു മേഖലയാണ് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. സോ +2 കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ സ്റ്റുഡൻസ് സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഒരു ഓപ്ഷനിൽ ഒന്നാണ് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇതിനൊരു സ്കിൽ സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡെവോപ്സ് ടൂൾസിനെ പറ്റി അറിഞ്ഞിരിക്കണം, AWS, Azure, അതുപോലെ തന്നെ ഗൂഗിൾ ക്ലൗഡിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണം. ഇനി ഇതിന്റെ ഒരു ജോബ് മേഖലകൾ വരുന്ന എവിടെയൊക്കെയാന്ന് വെച്ചാൽ ഡെവോപ്സ് അനലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും, ഡെവോപ്സ് എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്യാൻ പറ്റും, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്യാൻ പറ്റും. ഈ ഒരു മേഖലകളിലൊക്കെയാണ് നിങ്ങൾക്ക് ഒരു ജോബ് റോള് വരുന്നത്. സോ നമ്മൾ ഈ പറഞ്ഞ 5 കോഴ്സുകളും വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടും വളരെ ഹൈ ഡിമാൻഡഡ് ആയിട്ടും ഇനി ലോകം എങ്ങോട്ടാണോ പോകുന്നത് ആ രീതിക്ക് വേണ്ടിയിട്ട് വരുന്നുള്ള കോഴ്സുകളെ പറ്റിയാണ് നമ്മൾ 5 കോഴ്സുകളെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ 5 കോഴ്സുകളുടെയും ഇൻഡെപ്ത് ആയിട്ടുള്ള ഓരോ കോഴ്സിന്റെയും എന്തൊക്കെയാണ് അതിൽ കൂടുതൽ പഠിക്കാനുള്ളതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അപ്കമിങ് വീഡിയോസ് വരുന്നുണ്ട്. സോ +2 കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് കോഴ്സ് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ ഫ്രീ കൗൺസിലേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങളുടെ എന്ത് ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരും. സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. ബൈ ബൈ.